അതായത് ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ ഈ ഹോട്ടൽ ഉടമക്ക് പാത്രം കഴുകൽ മുതൽ പൊറാട്ട അടിക്കൽ മുതൽ കുക്കിംഗ് വരെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആള് തുറന്നാലേ ഒരു ഹോട്ടൽ വിജയിക്കും. അല്ലാതെ അവൻ ഓവർകോട്ടും ടൈയും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഹോട്ടലിനുള്ളിൽ കൂടെ നടന്നത് കൊണ്ട് ഹോട്ടൽ വിജയിക്കില്ല. പണിക്കാർ വിറപ്പിക്കുമ്പോൾ ഇറങ്ങട പുറത്ത് ഞാൻ കയറി എടുത്തോളാം എന്ന് പറയുമ്പോൾ പണിക്കാർ വിറപ്പിക്കില്ല. അജ്ഫാനിലെ ഒരു സമയം 2017 ടോപ്പിലുള്ള 17 ആളങ്ങോട്ട് ഇറങ്ങി. എന്താ കാരണം? ഞാൻ പറഞ്ഞു, വിൽക്കുന്നതും വാങ്ങുന്നതും പക്കായിരിക്കണം, വിൽക്കുന്നതും കറക്റ്റ് കിട്ടണം, സാധനം കൊടുക്കുന്നതും കറക്റ്റ് കൊടുക്കണം, അതിന് GST കറക്റ്റ് കൊടുക്കണം. നമ്മുടെ GST കൊടുത്തിട്ട് ഇൻകം ടാക്സ് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എനിക്ക് കഴിയുമോ ഞാൻ നോക്കാം. അങ്ങനെ 17 ആള് ഒരു സമയത്ത് കമ്പനിയിൽ നിന്ന് അങ്ങോട്ടാണ്. ഞാൻ പെതറിയതൊന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ പേപ്പറിൽ പരസ്യം കൊടുത്തു, ആളുകൾ വന്നു, അത് കണ്ടിന്യൂ ആണ് ചെയ്യും. അവരിന്ന് കമ്പനിയിലുണ്ടെങ്കിൽ കമ്പനി ഇവിടെ എത്തൂലായിരുന്നു. അവര് നമ്മളെ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ നിന്നു. ഞാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ വേറെ ആള് നോ എന്ന് പറയാനില്ലാത്തത് കൊണ്ടാണ് അജ്ഫാൻ വിളിച്ചത്. ആരെങ്കിലും നമ്മളോട് നോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും.